ഞാൻ DAWF-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി. എൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നത് PV ഭാസ്കരൻ, സംസ്ഥാന ട്രഷററാണ്. ലെഫ്റ്റിൽ ഇരിക്കുന്നത് T ജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പുറത്തിരിക്കുന്നത് K അശോകൻ, സംസ്ഥാന കമ്മിറ്റി അംഗം. ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്താൻ സാഹചര്യം, ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് DAWF എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് DAWF. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഏറ്റവും വലിയൊരു അത്താണിയാണ്. ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങളാലാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്കായത്. അതിലുപരിയാണ് പ്രായമായവർ, വിധവകള് ഉൾപ്പെടെയുള്ള മറ്റ് അശരണരായ ആളുകൾ വാങ്ങുന്ന ഒരു സമാശ്വാസമാണ് ക്ഷേമ പെൻഷൻ. തീർത്തും രാഷ്ട്രീയം ഉണ്ടാവട്ടെ, കോൺഗ്രസ് പാർട്ടിയിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും ക്ഷേമ പെൻഷൻ അർഹതയുള്ള പലരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കാണ്. ഭരിക്കുന്നത് ആര് എന്നുള്ളതല്ല, ഇടതുപക്ഷായാലും വലതുപക്ഷായാലും ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. 1980-ലാണ് ക്ഷേമ പെൻഷൻ ആരംഭിച്ചത്. അന്ന് കർഷക തൊഴിലാളികൾക്കാണ് കൊടുത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസ്ഥാനം ഭരിച്ച് മുഖ്യമന്ത്രിയാണ് അത് പ്രഖ്യാപിച്ചത്. വിഷയം എന്തായിരുന്നാലും ഞങ്ങളെ പോലുള്ള ആളുകൾ ഒരു കൈക്കൂലിക്കാരാണ് എന്ന് പറയാന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ആയത്. ഞങ്ങളെക്കാൾ പ്രയാസപ്പെടുന്ന, വീടിനകത്ത് 4 ചുവരിനുള്ളിൽ ഒതുങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത്തരം പരാമർശം. കാരണം അവരെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥയെ കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ തൊഴിലാളികളാണ് ഇത്തരം ആളുകൾ എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷ നേതാവെങ്കിലും അതിനെ എതിർത്തൊരു നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ശരിവെക്കുകയാണ് ചെയ്തത്. ആരെങ്കിലും ഭരിക്കട്ടെ, ആരെങ്കിലും ജയിക്കട്ടെ, ഞങ്ങളെ പോലെ കണ്ണും കാലും കയ്യും മൂക്കും എല്ലാ തരത്തിലും സാമ്പത്തികവും സാമൂഹികവും ശാരീരികവും മാനസികവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് കൈക്കൂലിക്കാർ. ഒരു പുരോഗമന സമൂഹം കൈക്കൂലി എന്ന് പറയുന്നത് നിത്യവും നീചവും അത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടേണ്ട ഒന്നുമായിട്ടാണ് കൈക്കൂലിയെ കാണുന്നത്. അത്